ചേച്ചിയുടെ ലൈഫിലെ കാര്യം പറഞ്ഞു, നെർവ് കംപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു, ചേച്ചിക്ക് വല്ലാതെ ബുദ്ധിമുട്ടി. അതിനുശേഷം ചേച്ചി സ്വയം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് ചേച്ചി ഇന്ന് കാണുന്ന ചേച്ചിയായി മാറുമ്പോൾ ഈ ഡോക്ടർമാർക്ക് ഇതൊരു മെഡിക്കൽ മിറക്കിൾ ആയിരുന്നു. എന്തായിരുന്നു ഡോക്ടറുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ്? അതായത് ഞാൻ ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു അരിവാള് പോലെ ഞാനിങ്ങനെ സീ പോലെ വളഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് നൂന്ന് നിൽക്കാൻ വയ്യ. അതുപോലെ എൻ്റെ MRI റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടറിന് ശരിക്കും പറഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് പോലും പ്രതീക്ഷ ഇല്ലാത്തൊരു കേസായിരുന്നു. അപ്പോൾ ഡോക്ടർ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, സാർ ഒരു മിറാക്കിളിൽ വിശ്വസിക്കുന്നെങ്കിൽ ടീച്ചറിനെ അഡ്മിറ്റ് ചെയ്യാം, അല്ലാതെ ഇതിനകത്ത് പ്രതീക്ഷയ്ക്ക് വകയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ചോദിച്ചിടേ എന്ത് വേണം? ഞാൻ പറഞ്ഞു ഞാൻ ആ മിറാക്കിളിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ആക്കി. അപ്പോഴും മനസ്സിലെ ആ പോസിറ്റീവ് ചിന്ത, അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ നിരന്തരം വിശ്വസിക്കുകയാണ് നമ്മൾ പരിപൂർണ ആരോഗ്യത്തിലാണെന്ന്. അങ്ങനെ ആ ഒരു പോസിറ്റീവ് ചിന്തയും ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും പ്ലസ് മെഡിസിനും കൂടെ എടുത്തപ്പോഴത്തേക്ക് നമ്മൾ പെർഫെക്റ്റ് ഹെൽത്തിലേക്ക് എത്തി. ഇന്നും എൻ്റെ ഡോക്ടറിന് ഒരു മിറാക്കിൾ പേഷ്യൻ്റ് ആണ് ഞാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഇപ്പോൾ ഡോക്ടർ പറയുകയാണ്, നമ്മൾ കണ്ടിട്ടില്ലേ ക്യാൻസർ ഒക്കെ വന്നൊരു 4th സ്റ്റേജിൽ എത്തിയവർ പോലും ഡോക്ടർ പറയും ഇനി അധിക ദിവസം ഇല്ല എന്ന് പറയുന്നവർ പോലും തിരിച്ച് പരിപൂർണ ആരോഗ്യത്തിൽ വന്ന് അവർ ആ ഒരു ലൈഫ് ജീവിക്കാൻ നമ്മൾ കാണാറുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ സയൻസ് ഓക്കെ അവർ പറയുന്നത് കറക്റ്റാണ്, സയൻസ് തെറ്റാണ് എന്നല്ല. മെഡിക്കൽ സയൻസിന്റെ ഭാഷയിൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കാം, നമുക്കിനി നമ്മുടെ ആ ഒരു ബോഡി കണ്ടീഷൻ വെച്ച് അത്രയും പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ മനസ്സ്, നമ്മൾ പറയില്ലേ മനസ്സിനെ തളർത്താതിരുന്നാൽ, മനസ്സിനെ തളർത്താതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. അത് എൻ്റെ ലൈഫ് കൊണ്ട് തന്നെ ഞാൻ പ്രൂവ് ചെയ്ത കാര്യമാണ്.